കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാനേരത്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് സ്വർഗീയനാഥൻ നമുക്ക് തരുന്ന കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ബഹുമാനപ്പെട്ട ഉമ്മൻ ശാമുവലച്ചൻ, ബഹുമാനപ്പെട്ട റോഷനച്ചൻ, ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ട്രിനിറ്റി മാർത്തോമ ഇടവ മിഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ കൺവെൻഷൻ മീറ്റിംഗിന്റെ ഭാഗമായി തീരാൻ കർത്താവ് എനിക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രത്യേകിച്ചും ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും ഇടവ മിഷൻ ചുമതലക്കാരോടും എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് അടുത്തു വരുവാനും തിരുസാന്നിധ്യത്തിന്റെ നിറവിൽ ഒരുമിച്ചായിരിക്കാനും ബലഹീനരായ ഞങ്ങളെ നീ ഒരുക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹകരമായ അനുഭവമാണ്. വചനത്താൽ ലഭിക്കുന്ന സമാധാനവും വചനത്താൽ ലഭിക്കുന്ന സൗഖ്യവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനത്തിന്റെ മധ്യേ അങ്ങ് പകരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ കരുണ ഞങ്ങളുടെ മേൽ പകരണമേ. സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആദിയോടന്തം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ജഡ്ജസ് ചാപ്റ്റർ 6 verses 11 to 32. ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ധ്യാനിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാന വിഷയത്തോട് ചേർന്ന ഒരു തിരുവചനം, ആ വിഷയത്തോട് ചേർന്ന ഒരു വിഷയം, ഒരു ഉപവിഷയം ഒരുമിച്ച് ധ്യാനിപ്പാൻ അത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹീലിംഗ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്താലുള്ള സൗഖ്യം. ദൈവവചനത്താൽ സൗഖ്യം പ്രാപിക്കുന്ന വിവിധ അനുഭവങ്ങളെ നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലെ ഗിദെയോന്റെ ജീവിതത്തിലൂടെ ഒരുമിച്ച് ധ്യാനിപ്പാൻ അത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. മിദ്യാന്യ അടിമത്വത്തിൽ കഴിയുന്ന ഇസ്രയേലിന്റെ ജീവിതത്തിന്റെ വിടുതലിനായി സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത അത്ഭുത മനുഷ്യനായ ഗിദെയോന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് പകരുന്ന സൗഖ്യദായകമായ അനുഭവം എന്താണ്? ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ മാനസികവും ശാരീരികവും നമ്മുടെ ആത്മീയവുമായ സൗഖ്യത്തിന് നാം കടന്നു പോകേണ്ട ചില യാത്രകളുണ്ട്, ചില ജീവിത അനുഭവങ്ങളുണ്ട്, ചില കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകളെ മനസ്സിലാക്കി ദൈവകൃപയിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ കരുണ പകർന്ന് നമ്മെ ശക്തീകരിക്കട്ടെ. ഈ വേദഭാഗത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച്
മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്? അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ. യഹോവയായ ദൈവം തന്റെ ജനത്തിന്റെ വിടുതലിനു വേണ്ടി ഗിദെയോനെ തിരഞ്ഞെടുക്കുന്ന രംഗം ഈ 11-ാമത്തെ വാക്യത്തില് ഗിദെയോൻ ഭയത്തോടെ ആയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയുണ്ട്. മുന്തിരിച്ചക്കിനരികെ മിദ്യാന്യരെ ഭയപ്പെട്ട് തന്റെ ധാന്യം മെതിക്കുകയാണ് ഗിദെയോൻ. മിദ്യാന്യർ എന്നാൽ ഈ വെട്ടുക്കിളികളെ പോലെയാണെന്ന് പറയുന്നത്. അവർ വെട്ടുക്കിളികളെ പോലെ കടന്നു കയറി ഇസ്രായേലിന്റെ ആത്മീയവും ഇസ്രായേലിന്റെ സാമ്പത്തികവും ഇസ്രായേലിന്റെ സാംസ്കാരികവുമായ എല്ലാ അനുഭവങ്ങളെയും തകർത്തിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ നടുവിൽ മിദ്യാന്യർ ഒരു ഭയം വിതച്ചിരിക്കുകയാണ്. ആ ഭയത്തിന്റെ പ്രതിനിധിയാണ് ഗിദെയോൻ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു യാത്ര ആരംഭിക്കുകയാണ്. എ മാൻ ഓഫ് ഫിയറിൽ നിന്ന് മാൻ ഓഫ് ഫെയ്ത്തിലേക്കുള്ള ഒരു യാത്ര. ഭയത്തിന്റെ മനുഷ്യനിൽ നിന്ന് വിശ്വാസത്തിന്റെ മനുഷ്യനിലേക്കുള്ള യാത്ര. നമ്മുടെ പുതിയ കാലത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു യാത്ര ഇതാണ്. മാൻ ഓഫ് ഫിയറിൽ നിന്ന് മാൻ ഓഫ് ഫെയ്ത്തിലേക്കുള്ള യാത്ര. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ, നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം വേണ്ടതായ ഒരു യാത്ര, അത് ഗിദെയോന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. എനിക്ക് ഏറ്റവും സുന്ദരമായി തോന്നിയത്, യഹോവയുടെ ദൂതൻ ഒരു മനുഷ്യനെ കാത്ത് ഇരിക്കുന്നു. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി യഹോവയുടെ ദൂതൻ ഇറങ്ങി വന്ന് ഒരു വലിയ ലക്ഷ്യത്തിനായി ഒരാളെ ഒരുക്കേണ്ടതിന് വേണ്ടി അയാളെ കാത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം യഹോവയായ ദൈവത്തിന് തന്റെ ജനത്തോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നതാണ്, എത്രമാത്രം കരുതലുണ്ട് എന്നതാണ്. തന്റെ വഴികളിൽ തന്റെ ജനത്തെ ഒരുക്കേണ്ടതിന്, തന്റെ ജനത്തെ കൈപിടിച്ച് നടത്തേണ്ടതിന് സ്വർഗത്തിലെ ദൈവം പദ്ധതിയിട്ട് തന്റെ ജനത്തിന് വേണ്ടി ഒരു അത്ഭുത മനുഷ്യനെ ഒരുക്കുകയാണ്. ആദ്യത്തെ ചിന്ത, ഹീലിംഗ് ത്രൂ ദ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹീലിംഗ് ത്രൂ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ ലഭിക്കുന്ന സൗഖ്യം. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ 12-ാമത്തെ വാക്യത്തില് ദൈവം തന്റെ ദൂതനെ അയച്ച്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഭയത്തോടിരിക്കുന്ന മനുഷ്യനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? അല്ലയോ പരാക്രമശാലിയെ, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഇത് കേട്ട ഗിദെയോന്റെ മറുപടിയുണ്ട്, ദൈവമേ, യജമാനനെ, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇതൊക്കെ വന്നു ഭവിക്കുന്നത് എങ്ങനെ? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ച സർവശക്തനായ ദൈവം എവിടെ? അത്ഭുതങ്ങൾ എവിടെ? എന്താ പുറത്തു വരുന്നത്? നെഗറ്റീവാണ്. അകം നിറയെ നെഗറ്റീവാണ്. ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് ഒരു ഇസ്രായേല്യനായ മനുഷ്യന്റെ മനസ്സില് സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവുകൾ നിറഞ്ഞത്, ഇങ്ങനെ നെഗറ്റീവുകൾ കടന്നു വന്നത്? 2 തരത്തിലാ. ഒന്നിന്റെ കാരണം അവന്റെ കുടുംബമാണ്, അതെന്താണെന്ന് ഞാൻ പറയാം. 2, അവന്റെ പരിസരമാണ്. ഗിദെയോന്റെ അപ്പന്റെ പേര് യോവാശ് എന്ന. നാം ധ്യാനത്തിന്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടും. യോവാശ് ഒരു ഇസ്രായേല്യനാണ്. എന്നാൽ ഇപ്പോൾ ബാലിന്റെ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനാണ്. ഒരു അന്യ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിലെ പ്രധാന പുരോഹിതനായി സേവനമനുഷ്ഠിക്കുകയാണ് ഗിദെയോന്റെ അപ്പനായ യോവാശ്. അങ്ങനെയെങ്കിൽ ആ ഭവനത്തിന്റെ സംഭാഷണങ്ങളിലൊക്കെ
യഹോവയെ കുറിച്ച് നെഗറ്റീവാണ് നിറഞ്ഞ് നിന്നിരുന്നത്. അവന്റെ പരിസരങ്ങളിൽ മിഥ്യാന്യ പ്രതികൂല അനുഭവങ്ങളുടെ നടുവിൽ നിറയുന്നതും ഈ നെഗറ്റീവ് തന്നെയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്റെ മേല് ഒരു ട്രീറ്റ്മെന്റ് നടത്തുകയാണ്. ആ ട്രീറ്റ്മെന്റിന്റെ ആരംഭമാണ് അവനെ അഭിസംബോധന ചെയ്യുന്നത് പരാക്രമശാലിയെ എന്ന് ശബ്ദം കൊണ്ട്. ദൈവത്തിന്റെ വചനത്താൽ അവന്റെ മാനസികവും ശാരീരികവുമായ നെഗറ്റീവ് അനുഭവങ്ങളെ മാറ്റിയിട്ട് അവനിൽ ദൈവാനുഭവത്തിന്റെ പോസിറ്റിവിറ്റി നിറയ്ക്കുവാനായി സ്വർഗത്തിലെ ദൈവം തന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ ഇതൊക്കെ പറയുമ്പോൾ അവന്റെ കുടുംബത്തിൽ നിന്ന്, അവന്റെ പരിസരങ്ങളിൽ നിന്ന്, അവന്റെ ജീവിതത്തിലെ നെഗറ്റീവ് കടന്നു വന്ന സാഹചര്യത്തില് ആ നെഗറ്റീവിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സായപ്പോൾ യഹോവയായ ദൈവം അവന്റെ മേൽ നടത്തുന്ന ട്രീറ്റ്മെന്റിന്റെ രണ്ടാമത്തെ ഭാഗം അതിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. യഹോവ അവനെ നോക്കി. യഹോവ അവനെ നോക്കി. ഒരു സാധാരണ മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല യഹോവ അവനെ നോക്കുന്നത്. എന്നെയും നിങ്ങളെയും യഹോവ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിവിധ ഭവനങ്ങളിൽ ഇരുന്ന്, ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ പരിസരങ്ങൾ എന്നിലും നിങ്ങളിലും നെഗറ്റീവ് നിറയ്ക്കുമ്പോൾ, വല്ലാതെ ഭാരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമ്പോൾ, എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യഹോവയുണ്ട്. എപ്പോഴും എന്നെ നോക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, എന്റെ ജീവിതത്തിന്റെ അകത്തെ നോക്കുന്ന ദൈവം, എന്റെ ആത്മീയ ജീവിതത്തെ നോക്കുന്ന ദൈവം, എന്റെ മനസ്സിനെ നോക്കുന്ന ദൈവം, എന്റെ ഉള്ളിനെ നോക്കുന്ന ദൈവം, എന്നെ നന്നായി നോക്കുന്ന ദൈവം. അതെ, ആ ദൈവം ഇവിടെ ഗിദെയോനെ നന്നായി നോക്കുകയാണ്. ഒത്തിരി നെഗറ്റീവുകൾ പറയുമ്പോൾ യഹോവ എവിടെ? യഹോവയുടെ അത്ഭുതങ്ങൾ എവിടെ? പിതാക്കന്മാർ പ്രസംഗിച്ച ദൈവം എവിടെ? ഒരുപക്ഷെ ഈ പുതിയ കാലത്തില് ഈ സംസാരം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ പാൻഡമിക്കിന്റെ പരിസരങ്ങളിൽ ഈ ചോദ്യം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. യഹോവ എവിടെ? യഹോവയുടെ അത്ഭുതങ്ങൾ എവിടെ? യഹോവയുടെ വീര്യപ്രവർത്തികൾ എവിടെ? ഈ ചോദ്യത്തിനുള്ള മറുപടി പോലെ നിശബ്ദനായി യഹോവ നിന്നുകൊണ്ട് നെഗറ്റീവ് സംസാരിക്കുന്ന ഗിദെയോനെ നോക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നോട്ടം സ്വീകരിപ്പാനുള്ള ഒരു ഒരുക്കമാണ് ദൈവവചനം കേൾക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ നോട്ടം സ്വീകരിപ്പാനുള്ള ഒരുക്കം. ഈ യാത്രയിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അടുത്ത 3 ദിവസങ്ങൾ ദൈവവചനത്തിലൂടെ ഒരു യാത്രയാണ് നമ്മൾ. ബഹുമാനപ്പെട്ട ഗീവർഗീസ് മാത്യു അച്ഛൻ സെമിനാരിയിലെ പ്രൊഫസർ ആയിരുന്നു. അച്ഛന്റെ ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നു. അച്ഛൻ ഇസ്രയേൽ ജനത്തിന്റെ മരുഭൂ യാത്രയെ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രസംഗമാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇസ്രയേലിന്റെ മരുഭൂ യാത്ര. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഈ യാത്രയ്ക്ക് കുറുക്കു വഴികളൊന്നും ഉപയോഗിച്ചില്ല. ദീർഘദൂര യാത്രയാണ്, വർഷങ്ങൾ നീണ്ട യാത്ര. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം വിചാരിച്ചെങ്കിൽ വളരെ പെട്ടെന്ന് ജനത്തെ അവർ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് എത്തിക്കാമായിരുന്നു. പക്ഷെ ദൈവം ആ കുറുക്കു വഴികളൊന്നും ഉപയോഗിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിങ്ങനെയാ: God is not interested in the destination you reach. God is interested in the transformation of the people reaching the destination. ഈ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മളെല്ലാം അങ്ങനെ ഒരു പരമപദം പ്രാപിക്കാനായിട്ട് കാത്തിരിക്കുന്നവർ, അതെങ്ങനെയും എത്തിച്ചേരുക. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ താല്പര്യം അതല്ല. ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നവർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം എന്നത്, പരിവർത്തനം ഉണ്ടാകണം എന്നത്.
ആമേൻ. ഈ ദിവസങ്ങളിൽ ഡെസ്റ്റിനേഷന് വേണ്ടി കാത്തിരിക്കുകയല്ല, ഡെസ്റ്റിനേഷന് വേണ്ടിയുള്ള യാത്രയിൽ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാ എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൈവത്തെ മനസ്സിലാകുന്നുവോ? ഈ ദൈവത്തെ മനസ്സിലാകുന്നു എങ്കില്, ഈ ദൈവത്തെ അറിയുന്നു എങ്കില്, ഒന്നിലും കുറുക്കു വഴികൾ സ്വീകരിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ തന്റെ ജനത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും ചില പദ്ധതികളുണ്ട്, ചില പ്ലാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവാനുഭവത്തോട്, തിരുവചനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട്, തിരുവചന സത്യങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ട്, വിശ്വാസ അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വിഷയം മനസ്സിലായെന്ന എന്റെ ചിന്ത. ഗിദെയോനോട് ദൈവം ഒരു വാക്കുപോലും ആ നേരത്ത് പറയുന്നില്ല. അവന്റെ നെഗറ്റീവ് വാക്കുകളെ തന്റെ വാക്കുകൾ കൊണ്ട് അകറ്റുകയല്ല ദൈവം ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് സ്വർഗത്തിലെ ദൈവം അവനെ ഒന്ന് നന്നായി നോക്കുകയാ. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്താഗതികൾ ഉയരുമ്പോൾ എന്നെയും നിങ്ങളെയും നോക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് എന്നിലും നിങ്ങളിലും ആകപ്പാടെ ഉണ്ടാകുന്ന സൗഖ്യമാണ്. അതുകൊണ്ട് തിരുവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് സൗഖ്യമാണ്. രണ്ടാമത്തേത്, ഹീലിംഗ് ത്രൂ എക്സ്പീരിയൻസിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം അനുഭവിക്കുന്നതിലൂടെ സൗഖ്യം. അപ്പൊ കേൾക്കുക മാത്രമല്ല, അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഗിദെയോനോട് ദൈവം പറയുന്നു, നിന്നെ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് യഹോവയായ ദൈവം നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഗിദെയോന്റെ മറുപടി ഉണ്ട്, അവിടെ നെഗറ്റീവാ. അവനോട് എന്റെ കുലം ചെറുതാണ്, ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെറിയവനാണ്, അതിന്റെ അർത്ഥം എനിക്ക് പ്രാപ്തിയില്ല എന്ന. എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ യഹോവ അവന് നൽകുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ശക്തീകരണമുണ്ട്. അതിതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇടവ് മിഷൻ ദിനമായിട്ടൊക്കെ നാം അടുത്തു വന്ന് ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. അവരെ ദൈവിക പദ്ധതി ഏൽപ്പിച്ച് അയക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു. ഐ വിൽ എന്നല്ല പറയുന്നത്. ഞാൻ ഏതു നേരത്തും, ഏതു സമയത്തും, ഏത് അനുഭവങ്ങളിലും നിങ്ങളോട് കൂടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്യുന്ന ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? തിരുവചനം കേട്ട്, തിരുവചനം മനസ്സിലാക്കി, തിരുവചനത്തിന്റെ അനുഭവത്തിൽ ആയിത്തീരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ യാത്രയിൽ പരിവർത്തനം നടക്കുകയില്ല. ദൈവമായ കർത്താവേ, തിരുവചനം അനുഭവിക്കാൻ, ആമേൻ, തിരുവചനം അനുഭവിക്കാൻ, തിരുവചനം ആസ്വദിപ്പാൻ, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരാൻ നീ എൻ്റെ മേൽ കരുണ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കേട്ട ഒരു മനുഷ്യനുണ്ട്, പണ്ഡിറ്റ് ധരംപ്രകാശ് ശർമ്മ. ഞാൻ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് കേട്ടത്. പണ്ഡിറ്റ് ധരംപ്രകാശ് ശർമ്മ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതനായ ഒരു ശിഷ്യനാണ്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടും തോന്നില്ല ഇദ്ദേഹം യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതനായ ശിഷ്യനാണോ എന്ന്. രാജസ്ഥാനിലാണ് പണ്ഡിറ്റ് ധരംപ്രകാശ് ശർമ്മ ജനിച്ച് വളർന്നത്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. രാജസ്ഥാനിലെ MP ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. നെഹ്റു കുടുംബവുമായിട്ട് ആ കുടുംബത്തിന് വളരെ ബന്ധമുണ്ട്. എന്നാൽ തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ പണ്ഡിറ്റ് ധരംപ്രകാശ് ശർമ്മ യേശു കർത്താവിനെ കണ്ടുമുട്ടുക മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതൊരു അനുഭവമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന്.
അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. അത് എപ്പോഴും പറയും, ഞാൻ എൻ്റെ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാ, അതുമൂലം ഞാൻ ധൈര്യം പ്രാപിച്ച ഒരാളാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിന്റെ കണ്ടെത്തലുകൾ മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ദിവസം അദ്ദേഹത്തെ പ്രഭാതത്തിൽ വിളിച്ച് ഉണർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ധരംപ്രകാശ്, എനിക്ക് നിന്നോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ആ പ്രധാന കാര്യം ഇതാണ്, നീ കണ്ടെത്തിയ ഗുരുനാഥനെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്ന്. സത്യമാണ്. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇന്ന് രാവിലെ ഇന്ദിരാഗാന്ധി വിളിച്ചിരുന്നു. രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയെ പിൻവലിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് ധരംപ്രകാശ്, നിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിന്റെ തീരുമാനം? രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാകണമോ അതോ ഈ ഗുരുനാഥന്റെ പിന്നാലെ പോകണമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ വെക്കുന്ന ഈ വലിയ സമ്മാനത്തിന് മുമ്പിൽ എന്തായിരിക്കും പ്രതികരിക്കുന്നത്? എന്നാൽ പണ്ഡിറ്റ് ധരംപ്രകാശ് ശർമ്മ പറഞ്ഞത്, എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ ഗുരുനാഥന്റെ പിന്നാലെ പോകുന്നു, ഞാൻ അവനെ അനുഭവിച്ചറിഞ്ഞതാണ്. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയില് യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ ദീപം വഹിച്ചുകൊണ്ട് യാത്ര തുടരാൻ പണ്ഡിറ്റ് ധരംപ്രകാശ് ശർമ്മയ്ക്ക് സാധിച്ചത് അദ്ദേഹം യേശു കർത്താവിനെ അനുഭവിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ തിരുസനയിൽ നിന്ന് തിരുവചനം കേൾക്കുന്ന ദൈവജനം തിരുസനയിലായിരിക്കുമ്പോൾ വചനത്തെ കേൾക്കുക മാത്രമല്ല, വചനത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുമ്പോൾ ആ അനുഭവമാണ് എനിക്ക് നിങ്ങൾക്കും ആത്മധൈര്യം നൽകുന്നത്. പരിസരങ്ങൾ പ്രതികൂലമാകട്ടെ പ്രിയപ്പെട്ടവരെ, പരിസരങ്ങളിൽ പ്രതികൂലത ഉണ്ടാകട്ടെ, എന്നാൽ ഈ യാത്രയിൽ സ്വർഗത്തിലെ ദൈവം ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിക്കണം. അത് സംഭവിപ്പാനായിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ അനുഭവിച്ചറിയുന്നു എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. അച്ഛൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം അച്ഛനത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എൻ്റെ ഡിഗ്രി പഠനം, ഞാൻ പുനലൂർ സ്വദേശിയാണ്. പുനലൂർ എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ സുവോളജിയാണ്, BSc സുവോളജി ആയിരുന്നു എൻ്റെ വിഷയം. പരീക്ഷാ കാലം, അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയം, സാധാരണ പോലെ എനിക്കൊരു പനി വന്നു. എൻ്റെ മാതാപിതാക്കൾ നാട്ടിൽ തന്നെയുള്ള, പുനലൂരിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എന്നെ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ എനിക്ക് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് നൽകി. ഞാൻ ആ മരുന്ന് കഴിച്ചു. ഡോക്ടർ പറഞ്ഞു, മരുന്ന് കഴിച്ചു, ഇവിടെ കുറച്ച് സമയം വിശ്രമിക്കണം. ഞാൻ ആ ഹോസ്പിറ്റലിൽ കുറച്ച് സമയം വിശ്രമിച്ചു. ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. രാത്രിയുടെ ഒരു മധ്യം ആയപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു, മാതാപിതാക്കളെ വിളിച്ചു. അപ്പായും അമ്മയും വന്നു, എന്നെ നോക്കി. എൻ്റെ വായിൽ നിന്ന് ഈളുവായും വെള്ളവും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഒലിച്ചിറങ്ങുകയാണ്. എൻ്റെ മാതാപിതാക്കൾ ഭാരപ്പെട്ടു. എൻ്റെ മുഖമൊക്കെ തടിച്ചു വീങ്ങിയിരിക്കുന്നു, ചുണ്ട് തടിച്ചു വീങ്ങിയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ആ കാലത്ത് പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള പനികൾ. അതിലേതെങ്കിലും ഒന്നായിരിക്കാം എന്ന് പറഞ്ഞ് അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. 3-4-5 ദിവസങ്ങൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശരീരത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ നില വഷളാവുകയാണ്. ഒരു രാത്രി സമയം ഞാൻ ഇങ്ങനെ കിടക്കയിൽ മരണവെപ്രാളത്തോടെ പിടയുകയാണ്. എൻ്റെ പിതാവ് ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങളുടെ മകൻ എന്താണ് സംഭവിക്കുന്നത്? ഡോക്ടർ പറഞ്ഞു, ഇന്ന് രാത്രി അങ്ങയുടെ മകൻ മരിക്കും. കാരണം കുറച്ചു മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നു.
അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി രക്ഷയില്ല, മരണം സംഭവിക്കും. ഒരു സാധാരണ പനിയായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഏക മകൻ നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരു പിതാവിന്റെ സങ്കടം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ പപ്പ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു എഴുത്ത് വാങ്ങി എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും ഞാൻ ഓർക്കും, അർദ്ധബോധാവസ്ഥയില് എൻ്റെ അമ്മയുടെ മടിയിൽ മുഖം അമർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര. ഹോസ്പിറ്റലിൽ ചെന്ന് വളരെ രാത്രിയായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ മരണം സംഭവിക്കും. എന്നെ അവിടെ ഒരു റൂമിൽ കിടത്തി. ഞാൻ അന്ന് രാത്രി മരിച്ചില്ല പ്രിയപ്പെട്ടവരെ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഡോക്ടർമാർ എന്നെ വീണ്ടും പരിശോധിച്ചു. എൻ്റെ ശരീരം ആകെ നീര് വന്ന് വീങ്ങിയതുപോലെ വീങ്ങി, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. ഡോക്ടർ എൻ്റെ ബ്ലഡ് പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇയാളുടെ ശരീരത്തിൽ ഒരു അപൂർവ രോഗമുണ്ട്, അതിന്റെ പേര് സ്റ്റീവ് ജോൺസ് സിൻഡ്രം എന്നാണ്. ഈ രോഗം ബാധിച്ച ആളുടെ ശരീരത്തിൽ മരുന്നുകൾ കുത്തിവെച്ചാൽ വിഷമായി മാറും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചയായി കുത്തിവെച്ച മരുന്നുകളെല്ലാം വിഷമായി മാറി, ഇയാളുടെ ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും കൈവിട്ടു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എൻ്റെ മാതാപിതാക്കൾ സാധാരണക്കാരായ ഒരു സാധാരണ വിശ്വാസികളായവർ ആയിരുന്ന സ്ഥാനത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആരും ഞങ്ങൾക്ക് സഹായമില്ല, ദൈവമേ നീ കരുതണമേ എന്ന്. പക്ഷെ ജീവിതത്തിന്റെ യാത്രയിൽ എൻ്റെ കർത്താവിനെ അനുഭവിപ്പാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദന ഏറുന്ന സമയത്തൊക്കെ ഞാൻ കർത്താവിനോട്, തമ്പുരാനെ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണുന്ന ഈ കണ്ണിന്റെ 2 കാഴ്ചയും 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും ഈ കാഴ്ച തിരികെ ലഭിക്കുകയില്ല എന്ന്. നമ്മുടെ ഈ ഔട്ടർ സ്കിൻ ഉണ്ടല്ലോ, അത് അടി മുതൽ മുടി വരെ പഴുത്തു. എൻ്റെ സ്കിൻ മുഴുവൻ പുതിയതാണ്. സ്വർഗത്തിലെ ദൈവം ദാനം നൽകിയതാ ഈ പുതിയ സ്കിൻ. ഡോക്ടർമാർ എന്നെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് കിടക്കയിൽ കിടത്തി. നടുവിന് അടി കൊണ്ട് ഒരു പുഴുവിനെ പോലെ കിടക്കയിൽ പുളയുമ്പോഴും എൻ്റെ അരികിലിരുന്ന് കരയുന്ന മാതാപിതാക്കളുടെ ശബ്ദം അവ്യക്തമായി ഞാൻ കേൾക്കുന്നുണ്ട്. അനേകരുടെ പ്രാർത്ഥന. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ യാത്രയില് ചുറ്റുപാടുകൾ പ്രതികൂലമാകുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്ന ദൈവ സാന്നിധ്യം, അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു യാത്രയില് സ്വർഗത്തിലെ ദൈവത്തിന്റെ സൗഖ്യം, ആമേൻ, ശരീരത്തിൽ അനുഭവിപ്പാനായി സ്വർഗത്തിലെ ദൈവം എനിക്ക് കരുണ പകർന്നു. കാണുകയില്ല എന്ന് പറഞ്ഞ കണ്ണിന്റെ കാഴ്ച സ്വർഗത്തിലെ ദൈവം ഇരട്ടിയായി മടക്കി തന്നു. എൻ്റെ സ്കിൻ എല്ലാം തിരികെ വന്നു. ഈ തലമുടി, ഈ താടിയൊക്കെ പുതിയതാ, എല്ലാം നഷ്ടപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ രാത്രി എൻ്റെ കർത്താവിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത രാത്രി, അനുഭവിച്ചറിഞ്ഞ രാത്രി, ആ രാത്രിയിലെ ദൈവശബ്ദം ഇങ്ങനെ തന്നെയാ: നീ ഭയപ്പെടേണ്ട. നീ എത്ര ബലഹീനനായിരുന്നാലും, നീ എത്ര ക്ഷീണിതനായിരുന്നാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ. ഇവിടെ ഗിദെയോന്റെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കുന്നത് അവനോട് ദൈവവചനം അനുഭവിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ദൈവവചനം അനുഭവിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ്: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോക. ഇവിടെ സംഭവിക്കുന്നതും അതുതന്നെയാ. ദൈവവചനം അനുഭവിക്കുന്ന ദൈവദാസൻ തന്റെ ജീവിതത്തിന്റെ നെഗറ്റീവ് ഒക്കെ മാറ്റിവെച്ചിട്ട് പോസിറ്റീവ് അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയാ. അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയേണ്ടതിന് നീ എനിക്കൊരു അടയാളം നൽകണമേ. ഞാൻ നിനക്കൊരു വഴിപാട് കഴിക്കാം. ആ വഴിപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി നീ എന്നെ ഒന്ന് കാത്തിരിക്കാമോ?
തന്റെ മകൻ പോസിറ്റീവ് അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുന്ന ദൈവം തന്റെ ദൂതനെ അയച്ച് അവനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാ. 18ാമത്തെ വാക്യത്തില്, നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് അവരുടെ അരുളി ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ! തന്റെ ഭക്തനെ ബലത്തോടെ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവം, സ്നേഹത്താൽ അഭിഷേകം ചെയ്യുന്ന ദൈവം, അവന്റെ വഴിപാട് സ്വീകരിക്കുന്നതിനായി കാത്തു നിൽക്കുന്നു സ്വർഗത്തിലെ ദൈവം. എന്നാൽ പോസിറ്റീവ് അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഭക്തന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ കാത്തിരിപ്പ്. അവന്റെ ചിന്തകളിലും വിചാരങ്ങളിലും അവന്റെ ആരാധന അനുഭവങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ ചിന്ത ഇതാണ്: ഹീലിംഗ് ത്രൂ ഡെഡിക്കേറ്റഡ് വർഷിപ്പ്. സമർപ്പിതമായ ആരാധനയിലൂടെ ദൈവത്തിന്റെ സൗഖ്യം തന്റെ ഭക്തന്റെ മേൽ സ്വർഗത്തിലെ ദൈവം പകരുന്നു. സമർപ്പിതമായ ആരാധനയിലൂടെ ദൈവം സൗഖ്യം തന്റെ ഭക്തന്റെ മേല് അയക്കുകയാണ്. ഇവിടെ ആരാധനയുടെ രീതി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാർ ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന്റെ കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു. ഇവിടെ സംഭവിക്കുന്നത്, ഇത്ര നാളും കണ്ടു വളർന്ന ഒരാരാധനാ രീതി ഗിദെയോൻ പിന്തുടരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൻ യോവാശ് ബാലിന്റെ ക്ഷേത്രത്തിലെ പുരോഹിതനാണ്. ബാലിന്റെ മുമ്പിൽ നടത്തുന്ന ആരാധനാ രീതിയെ അതേ രൂപത്തിൽ പിന്തുടരുകയാണ് ഗിദെയോൻ ഇവിടെ ചെയ്യുന്നത്. കുറെ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അത് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അതെവിടെ വെച്ചതെന്ന് മനസ്സിലായോ? പകർന്ന് കരുവേലകത്തിന്റെ കീഴെ കൊണ്ടുവച്ചു. അതാണ് അവരുടെ ഒരു ട്രഡീഷണൽ രീതി. ഒരു പരമ്പരാഗതമായ ആരാധനാ രീതി ഗിദെയോൻ പിന്തുടരുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുത്ത ഉപദേശം, ദൈവത്തിന്റെ ദൂതൻ അവനോട് മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. ആമേൻ. എന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ജീവിതക്രമങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ വരെ പിന്തുടർന്ന ജീവിത അനുഭവങ്ങൾ, അതിനെ മാറ്റിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷിപ്പിലേക്ക്, ആമേൻ, ദൈവത്തോട് ചേർന്ന് വളരെ സമർപ്പിതമായ ഒരു ആരാധനയിലേക്ക് ഗിദെയോന്റെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം നയിക്കുകയാണ്. അനുഗ്രഹകരമായ അനുഭവം. അവന്റെ മനസ്സിനും ശരീരത്തിനും സൗഖ്യം കൊടുത്ത സ്വർഗത്തിലെ ദൈവം അവന്റെ സ്പിരിച്വൽ ലൈഫിന് സൗഖ്യം കൊടുക്കാൻ പോകുകയാണ്. അവന്റെ ആത്മീയ വിചാരങ്ങൾക്ക് സൗഖ്യം കൊടുക്കാൻ പോകുകയാണ്. അവന്റെ ആത്മീയ ചിന്തകൾക്ക് സൗഖ്യം കൊടുക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ എന്താണോ പിന്തുടർന്നത്, ഇന്നലെ വരെ എങ്ങനെയാണോ ആരാധിച്ചത്, അതിൽ നിന്നും മാറി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷിപ്പിലേക്ക് സ്വർഗത്തിലെ ദൈവം തന്റെ ഭക്തനെ കൈപിടിച്ച് നടത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധനയും ആരാധനയുടെ രീതികളും ഒക്കെ മാറിയ കാലത്തില് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് രീതികൾക്കപ്പുറത്തേക്ക് നമ്മുടെ മനസ്സെങ്ങനെയാണ് ആരാധനയിൽ അർപ്പിക്കുന്നത് എന്ന. ആമേൻ. പഴയ നിയമത്തില് ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരുന്ന ദൈവജനത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു, അവരുടെ മനസ്സുണർന്നു എന്ന് രേഖപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ആരാധന എന്നത് ശരീരത്തിന്റെ ആഘോഷമല്ല പ്രിയപ്പെട്ടവരെ, അത് മനസ്സിന്റെ ആഘോഷമാണ്. അങ്ങനെയെങ്കിൽ മാനസികമായ ഒരു അനുഭവം ആത്മീയ ജീവിതത്തിൽ സംഭവിക്കണം, അതിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്നലെ വരെ അപ്പൻ കാണിച്ചു കൊടുത്ത കരുവേലക ആരാധന മാറിയിട്ട് ഒരു യാഗപീഠ ആരാധനയിലേക്ക്, ദൈവം സമർപ്പിതമായ അനുഭവത്തിലേക്ക് തന്റെ ഭക്തരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ദിവ്യ അനുഭവത്തിന്റെ ഏറ്റവും നേർചിത്രമാണ് നാം കണ്ടുകൊണ്ട് ഇരിക്കുന്നത്.
യഹോവയായ ദൈവം അവനോട് കൽപ്പിച്ച നേരത്ത് അവൻ അങ്ങനെ തന്നെ ചെയ്തു. ഇതിങ്ങനെ അല്ല എന്നല്ല പറയുന്നത്. ഇന്നലെ വരെ അല്ലെങ്കിൽ കുറച്ചു മുമ്പ് വരെ ഇങ്ങനെയാണ്, ഇങ്ങനെ അല്ലേ എന്ന് ചോദിച്ചവനെ സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കിയപ്പോൾ എന്താണോ ദൈവം കൽപ്പിക്കുന്നത്, എന്താണോ ദൈവം ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാനായിട്ട് തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ആമേൻ. എന്താണോ ദൈവം കൽപ്പിക്കുന്നത്, എന്താണോ ദൈവം ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാനായി തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാ. യഹോവയുടെ ദൂതൻ ഭക്തന്റെ അനുസരണത്തെ മാനിച്ചിട്ട് അവന്റെ വഴിപാടിനെ സ്വീകരിച്ച് അവന്റെ കണ്ണിന് മറഞ്ഞു. ഇനി ദൂതനില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഇനി ദൂതന്റെ ആവശ്യമില്ല. മുന്നോട്ട് നടക്കാൻ പ്രാപ്തനായിരിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനായിരിക്കുന്നു, ആരാധന കഴിക്കാൻ പ്രാപ്തനായിരിക്കുന്നു. അവൻ തിരുത്തലിന്റെ മനുഷ്യനായിരിക്കുന്നു. അവനൊരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവനൊരു പുതിയ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവനൊരു പുതിയ അനുഭവത്തിന്റെ പങ്കുകാരനായിരിക്കുന്നു. അവന്റെ ആരാധന വളരെ സമർപ്പിതമായ ഒരു ആരാധനയായി, ആരാധന അനുഭവമായി മാറ്റപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം നമുക്ക് വായിച്ചാൽ, ദൂതൻ മറഞ്ഞു എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ 22-ാമത്തെ വാക്യത്തില്, യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതനെ ഞാൻ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനോട്, നിനക്ക് സമാധാനം, നീ മരിക്കുകയില്ല. യഹോവയെ കണ്ടാൽ മരിച്ചു പോകും. അങ്ങനൊരു പരമ്പരാഗത വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. അവന്റെ ഭാരത്തിന്റെ നടുവില് ഞാൻ യഹോവയുടെ ദൂതനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് ആ റെവലേഷന്റെ നടുവില് ഭയത്തോടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഈ റെവലേഷൻ നിന്റെ ഭയപ്പാടിന് കാരണമല്ല, നിനക്ക് സമാധാനം പകരുന്നതാ. ഈ വെളിപ്പാട് നിനക്ക് സമാധാനം പകരുന്നതാ. ഈ വെളിപ്പാട് നിന്റെ ജീവിതത്തിന് ആശ്വാസമാ. നിനക്ക് മാത്രമല്ല, നിന്റെ പരിസരങ്ങൾക്ക് ആശ്വാസമാ. നീ മൂലം, നിന്റെ കാഴ്ചകൾ മൂലം നിന്റെ പരിസരങ്ങൾ പുതിയൊരു കാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാ. നിന്റെ ആരാധനയിലൂടെ നിന്റെ പരിസരങ്ങൾ പുതിയ ആരാധനയിലേക്ക് കടന്നിരിക്കുകയാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തലമുറകളുടെ മേൽ എന്ത് ആരാധനയുടെ അനുഭവമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്? പുതിയ കാലത്തിലെ തലമുറ ചോദിക്കുന്നുണ്ട്, എവിടെ ദൈവം? എവിടെയാണ് ദൈവം? ദൈവത്തിന്റെ പ്രവൃത്തി എവിടെയാണ്? എന്താണ് തലമുറകൾക്ക് നൽകുന്നത്? എന്ത് വിശ്വാസമാണ് തലമുറകൾക്ക് നൽകുന്നത്? എന്ത് ഫെയ്ത്താണ് പകർന്ന് നൽകുന്നത്? എവിടെയാണ് സുവിശേഷം ആദ്യം അറിയിക്കേണ്ടത്? ആരിലേക്കാണ് സുവിശേഷം പകരേണ്ടത്? ദൈവാനുഭവം പകരേണ്ടതെന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതം ഈ നാളുകളിൽ പോകേണ്ടത് ആവശ്യം തന്നെയാ. ഇവിടെ ഗിദെയോൻ, അവൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിനൊരു പേര് വിട്ടു, യഹോവ ശാലോം, യഹോവ സമാധാനം. ആമേൻ. അപ്പന്റെ പരമ്പരാഗതമായ ആരാധനയെ പൊളിച്ചെഴുതി യഹോവയ്ക്ക് അനുകൂലമായ ഒരു യാഗപീഠം പണിത് ആ യാഗപീഠത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യഹോവയുടെ സമാധാനം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാസൻ വിളിച്ചു പറയുന്നു, യഹോവ ശാലോം, യഹോവ സമാധാനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഭയത്തിന്റെ മനുഷ്യൻ, മിഥ്യാന്യരെ കണ്ട് ഭയപ്പെട്ട് പരിസരങ്ങൾ പ്രതികൂലമായപ്പോൾ ഭയപ്പാടൊഴുകുന്ന മനുഷ്യൻ യഹോവയെ കണ്ടുമുട്ടി. യഹോവ അവനെ വചനത്താലും വാക്കിനാലും സൗഖ്യമാക്കി. യഹോവയുടെ വാക്കിനനുസരണമായി ആരാധനയ്ക്കായി തന്റെ ജീവിതം സമർപ്പിച്ച ഭക്തൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠം പണിതിട്ട് ദേശം കേൾക്കെ വിളിച്ചു പറയുകയാണ്, യഹോവ ശാലോം, മറ്റാരുമല്ല സമാധാനം, മറ്റാരുമല്ല വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം, മറ്റാരുമല്ല ജീവിതയാത്രയിലെ വഴികാട്ടി, യഹോവ തന്നെ, യഹോവ തന്നെ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ഈ നാളുകളിൽ ഭവനത്തിന്റെ ഉള്ളില് ഇത്തരത്തിലൊരു യാഗപീഠം ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. യഹോവ ശാലോം എന്ന് വിളിച്ചു പറയുന്ന ഒരു യാഗപീഠം, കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും ചേർന്ന് കരങ്കോർത്തിരുന്ന് യഹോവയെ ആരാധിച്ച് യഹോവ ഞങ്ങളുടെ സമാധാനം എന്ന് വിളിച്ചു പറയുന്ന ഒരു ആരാധന പീഠം ഒരുങ്ങിയാൽ, അതിന്റെ അടുത്ത വാക്യത്തിലുണ്ട്, അത് ഇന്നുവരെയും അബിയേസർക്കുള്ള ഒഫ്രയിലുണ്ട്. മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സമാധാനം ദേശത്തിന്റെ മേൽ പകർന്നാൽ ആ പകരപ്പെടുന്ന അനുഭവത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ. അത് തുടരുക തന്നെ ചെയ്യും. തുടരുന്ന സമാധാനം, നിരന്തരമായ സമാധാനം, ദൈവീക സമാധാനം,
അത് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കണം. ഗിദെയോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠവും അത് തന്നെയാ. ഒരു ട്രഡീഷണൽ പരമ്പരാഗതമായ ആരാധനയുടെ അനുഭവത്തിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനസ്സിന്റെ ആരാധനകളിലേക്ക്, മനസ്സുകളുടെ ആരാധനകളിലേക്ക് അവന്റെ ജീവിതം മാറ്റപ്പെട്ടു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനത്തേത്, ഹീലിംഗ് ത്രൂ ടേക്കിംഗ് ഓൺ ദ ഗോഡ്സ് അസൈൻമെന്റ്സ്. ഹീലിംഗ് ത്രൂ ടേക്കിംഗ് ഓൺ ദ ഗോഡ്സ് അസൈൻമെന്റ്സ്. ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കുന്നതിലൂടെ ലഭ്യമാകുന്ന സൗഖ്യം. ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കുന്നതിലൂടെ ലഭ്യമാകുന്ന സൗഖ്യം. ഈ വേദഭാഗത്തിന്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ അതിന്റെ 31, 32 വാക്യങ്ങൾ വായിക്കുന്നു. യോവാസ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിനു വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്. അവനു വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്നു രാവിലെ തന്നെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ അവന്റെ കാര്യം വ്യവഹരിക്കട്ടെ. ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അന്ന് യെരുബാൽ എന്ന് പേരിട്ടു. അതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. അന്ന് രാത്രി യഹോവ ഗിദെയോനോട് കൽപ്പിക്കുന്നു. ഒരു ഡെഡിക്കേറ്റഡ് വർഷിപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഗിദെയോനോട് യഹോവയുടെ ഒരു കൽപ്പന തുടരുകയാണ്. നീ ഇന്ന് രാത്രി നിന്റെ അപ്പന്റെ കാളക്കുട്ടിയിൽ നിന്ന് 7 വയസ്സുള്ള ഒരു ഇളയ കാളക്കുട്ടിയെ പിടിച്ച് യഹോവയുടെ സന്നിധിയിൽ ഒരു യാഗം കഴിക്കണം. അതിന് നീ ചെയ്യേണ്ടത്, നിന്റെ അപ്പൻ ബാലിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഷ്ഠയെ നീ ഇടിക്കണം. പ്രതിഷ്ഠയെ നീ ഇടിച്ചു കളയണം. വളരെ വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ആ ദേശത്തിന്റെ ദൈവമാണ്. ആ ദേശത്തിന്റെ ദൈവത്തിന്റെ ആരാധന ഇടത്തെ ഇടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. മിഥ്യാന്യരെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ മാൻ ഓഫ് ഫിയർ, മാൻ ഓഫ് ഫെയ്ത്തിലേക്ക് മാറുന്ന രംഗമാണ് ഈ വേദഭാഗം വിവരിക്കുന്നത്. അവൻ 10 വേലക്കാരെയും കൂട്ടി അപ്പന്റെ യാഗപീഠം ഇടിച്ചു. അവിടെ യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിന് മുമ്പിൽ അവൻ തന്റെ കുടുംബത്തിനും തന്റെ ദേശത്തിനും വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഉരുകിയില്ലാതെയായി. ഹല്ലേലൂയ. യാഗപീഠം ഒരുക്കിയത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. ഈ യാഗപീഠം ഒരുക്കിയത് യഹോവയുടെ സന്നിധിയിൽ ഉരുകി ഇല്ലാതാകാനാ. ഒരു പുരോഹിതനായി സ്വർഗത്തിലെ ദൈവനെ അഭിഷേകം ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയ്ക്കായി യഹോവ കൈപിടിച്ച് ഉയർത്തിയ നേരത്ത്, ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന സമയത്ത് യഹോവയുടെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി അവൻ ഉരുകി ഇല്ലാതെയായി. ഞാൻ ആ നേരത്ത് ഗിദെയോന്റെ മനോവിചാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രമാത്രം കരഞ്ഞു കാണും. ദൈവമേ, എന്റെ കുടുംബം മടങ്ങി വരണമേ, എന്റെ ദേശം യഹോവയെങ്കിലേക്ക് മടങ്ങി വരണമേ. ഒരു തിരുത്തലിന്റെ അനുഭവം ദേശത്തിന്റെ മേൽ സംഭവിക്കണമേ. നീ എന്നെ ഏൽപ്പിക്കുന്ന നിയോഗം ഞാൻ ഏറ്റെടുക്കുമ്പോൾ അതെന്റെ ദേശത്തിന് വിടുതലായി തീരണമേ. അതെന്റെ ജനതയ്ക്ക് സൗഖ്യമായി തീരണമേ. ആ കണ്ണുനീരിനെ സ്വർഗത്തിലെ ദൈവം മാനിച്ചു. പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് പ്രഭാതത്തില് ആരാധനയ്ക്കായി ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന ആളുകൾ കാണുന്നത് അവരുടെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നതാ. അകാലത്തിൽ നമ്മെ വിട്ടുപോയ മാത്യു തോമസ് അച്ഛനെ ന്യായാധിപന്മാരുടെ പുസ്തകത്തെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. യവത്തപ്പത്തിന്റെ കലാപം എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം. ആ പുസ്തകത്തില് അച്ഛൻ ഇങ്ങനെയാ പറയുന്നത്, ഈ ക്ഷേത്രത്തിലേക്ക് വന്ന ആളുകൾ തങ്ങളുടെ കളിവീട് തകർന്ന കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞുകൊണ്ട് നിന്നു. കുഞ്ഞുങ്ങള് ചെറിയ പ്രായത്തിൽ കളിവീടുണ്ടാക്കും. അത് അബദ്ധത്തിൽ തകർന്നു പോയാല് അവർക്ക് ഭയങ്കര സങ്കടം. അതുപോലെയാ ആളുകള് അതിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്നത്. അവരെങ്ങനെയോ അറിഞ്ഞു ഇതിന്റെ കാരണക്കാരൻ തങ്ങളുടെ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനായ യോവാസിന്റെ മകൻ ഗിദെയോനാണെന്ന്. അവർ ഓടി ആ ഭവനത്തിലേക്കാ ചെന്നത്. അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ മകൻ ഇന്നലെ രാത്രി ബലിപീഠം ഇടിച്ചു കളഞ്ഞു, അവൻ മരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ യഹോവയ്ക്കെതിരെ പറഞ്ഞ നാവ് കൊണ്ട്
യോവാശ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അതാ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇന്നലെ രാത്രി എൻ്റെ മകൻ ഈ ബലിപീഠം ഇടിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ അവിടെ ഇരുന്ന ബാലെന്ന് പറയുന്ന ദൈവത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൻ ജീവനോട് കാണുകയില്ലായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മകന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം. എൻ്റെ മകൻ ബാലിനെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് എരുബാൽ എന്ന് പേരിടുന്നു. ബാലിനെ ജയിച്ചവൻ എരുബാൽ എന്ന് പേരിടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്റെ ദൈവം തന്നെ ഭരമേൽപ്പിച്ച നിയോഗത്തെ ഗിദെയോൻ ഏറ്റെടുത്തപ്പോൾ അത് ദേശത്തിന് സൗഖ്യമായി തീരുകയാ. ആ ഭവനത്തിന് അത് സൗഖ്യമായി തീരുകയാ. ഭവനത്തിന്റെ സൗഖ്യം ദേശം ഏറ്റെടുക്കുകയാ. അത് ദേശത്തിന്റെ മേൽ അനുഗ്രഹമായി മാറുകയാ. ഇന്ന് രാത്രി കർത്താവിന്റെ തിരുസന്നിൽ ഇരിക്കുമ്പോ ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ ഈ ഒരു വലിയ പ്രഖ്യാപനത്തിന്റെ പിൻഗാമികളാണ് ഞങ്ങള്. സുവിശേഷം എവിടെ ആരംഭിക്കണം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭവനത്തിൽ തന്നെ സുവിശേഷം ആരംഭിക്കട്ടെ. അത് പരിസരങ്ങളിലേക്ക് പകരുന്ന ഒരു അനുഭവമാകട്ടെ, പരിസരങ്ങളെ ശുദ്ധീകരിക്കുന്ന അനുഭവമാകട്ടെ. ഭവനങ്ങളിൽ നിന്ന്, ഞാനായിരിക്കുന്ന ജീവിത പരിസരങ്ങളിൽ നിന്ന് യഹോവയുടെ സാക്ഷ്യം ഉയരട്ടെ. ഇവിടെ ദൈവത്താൽ ഭക്തനായ ഗിദെയോൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെന്റ്സ്, നിയോഗം ഏറ്റെടുത്തപ്പോൾ ആ നിയോഗത്തെ മാറോട് ചേർത്ത് പിടിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ നടുവിൽ സമർപ്പിതനായി ആരാധന കഴിച്ചപ്പോൾ അത് ആ കുടുംബത്തിന് വിടുതലായി തീർന്നു. അത് ദേശത്തിന് വിടുതലായി തീർന്നു. അത് ദേശത്തിന് സാക്ഷ്യമായി തീർന്നു. ഒരു സുഗന്ധമായി, ഒരു സുവിശേഷമായി അത് ദേശം മുഴുവൻ പടർന്ന് ഒരു വലിയ വിടുതലിന്റെ അനുഭവമായി മാറി. തുടർന്നുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ഗിദെയോനിലൂടെ സ്വർഗത്തിലെ ദൈവം മിദ്യാന്യ അടിമത്വത്തിൽ നിന്ന് ഇസ്രയേലിന് വിടുതൽ കൊടുക്കുന്നു. പക്ഷെ ഈ യാത്രയ്ക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ഗിദെയോന്റെ ജീവിതം ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നു രാത്രി കർത്താവിന്റെ തിരുസന്നിൽ ഇരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞോർമ്മിപ്പിച്ചതുപോലെ, ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്ന് സന്തോഷിക്കുകയല്ല. ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ റിഫർമേഷൻ സംഭവിക്കാനായി ദൈവവചനം കേൾക്കാൻ, ഹീലിംഗ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, ഹീലിംഗ് ത്രൂ എക്സ്പീരിയൻസ് ദ വേർഡ് ഓഫ് ഗോഡ്, ഹീലിംഗ് ത്രൂ ഡെഡിക്കേറ്റഡ് വർഷിപ്പ്, ഹീലിംഗ് ത്രൂ ടേക്കിംഗ് ഓൺ ഗോഡ്സ് അസൈൻമെന്റ്സ്. ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കാൻ നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് തന്റെ കരുണയാല് ഈ ദിവസങ്ങളിൽ നമ്മെ ശക്തീകരിക്കട്ടെ. തിരുവചനം കേൾക്കുക, തിരുവചനം അനുഭവിക്കുക, ദൈവത്തെ സമർപ്പിതമായി ആരാധിക്കുക. ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നന്മ നിറഞ്ഞ മനസ്സോടെ, ആർദ്രമായ മനസ്സോടെ, പരിസരങ്ങൾക്ക് ആശ്വാസമാകുന്ന, കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന അനുഭവത്തിന്റെ കൃപയുടെ അനുഭവക്കാരായി തീരാൻ ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സമർപ്പണമായി, ഈ നേരത്തെ ദൈവകരങ്ങളിലെ സമർപ്പണമായി എന്നെ ഏറ്റവും സ്വാധീനിച്ച, ഈ നാളുകളിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു പാട്ടിന്റെ 2-3 വരികൾ പാടി ഞാൻ അവസാനിപ്പിക്കാം. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഓടുവാനായിനി ദൂരങ്ങളില്ലേ ഉടയവനതിനാ ബലം തരില്ലേ. ഓടുവാനായിനി ദൂരങ്ങളില്ലേ ഉടയവനതിനാ ബലം തരില്ലേ. കർമ്മങ്ങളിൽ ഒരു കരമാകുവാൻ, ജീവിതയാത്രയിൽ സഖിയാകുവാൻ. കർമ്മങ്ങളിൽ ഒരു കരമാകുവാൻ, ജീവിതയാത്രയിൽ സഖിയാകുവാൻ. ഭാരം ചുമക്കുന്ന ചുമലാകുവാൻ,
സ്വർഗം മെനയുന്ന സ്നേഹമാകാൻ, ഭാരം ചുമക്കുന്ന ചുമലാകുവാൻ, സ്വർഗം മെനയുന്ന സ്നേഹമാവാൻ, ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ, വെളിച്ചമാകാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.